നമസ്കാരം, വിനിയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്നറിയോ? ഒരു നാടൻ പാൽപ്പായസം. എന്താ ഈ പാൽപ്പായസത്തിൽ നാടൻ പാൽപ്പായസം? പാൽപ്പായസം തന്നെ പല വിധത്തിലാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്ത്, കണ്ടൻസ്ഡ് മിൽക്കൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. ചില ആൾക്കാർ പാൽപ്പൊടി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ചില ആൾക്കാർ പാൽ അങ്ങോട്ട് നല്ലോണം കുറുക്കിയിട്ട് അങ്ങനെയുള്ള രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അടപ്രഥമൻ പോലെ തന്നെ ഉണ്ടാക്കാറുണ്ട്. കുക്കറിലുള്ള പാൽപ്പായസം ഉണ്ട്. പക്ഷേ ഇതിന്നൊക്കെ വ്യത്യാസമായിട്ട് ഒരു നാട്ടുമ്പുറം ആലോചിക്കുക. ആ നാട്ടുമ്പുറത്ത് അമ്പലങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ അമ്പലങ്ങൾ. ആ ചെറിയ അമ്പലങ്ങളിൽ നമ്മൾ പ്രസാദങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് നേദിച്ചിട്ട് കിട്ടുന്ന ഒരു പാൽപ്പായസം ഉണ്ട്. അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെയുള്ള പാൽപ്പായസങ്ങൾ വളരെ എന്താ പറയുക, ട്രഡീഷണൽ ആയിട്ടുള്ള തറവാടുകളിൽ, നമ്പൂരി കുടുംബങ്ങളിൽ ഒക്കെ ഉണ്ടാക്കാറുള്ളത് പതിവാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതൊരു ഡെയിലി, അതായത് ഉച്ചയ്ക്ക് ഒരു അവിയൽ, ഒരു സാമ്പാർ, ഒരു ഇഞ്ചിപ്പുളി, പപ്പടം, ഈ പായസം അങ്ങനെ സെർവ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. അപ്പോൾ അതൊരു ദിവസം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ഈ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇട്ട്, പണ്ടകാലത്ത് അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ, കുറുക്കി കാച്ചി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാൽപ്പായസം തറവാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെന്താ വേണ്ടതെന്ന് നോക്കാം. മസ്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് വേണ്ടത് പൊടിയരിയാണ്. അത് മട്ട തന്നെ വേണം. പൊടിയരി എടുക്കുക, അതിൽ കോംപ്രമൈസ് ഇല്ല. ഞാനിവിടെ 2 പിടി, എൻ്റെ കയ്യിന് 2 പിടിയോളം മട്ടേരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് കഴുകി 4-5 പ്രാവശ്യം കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിൽ ഇപ്പോൾ 2 പിടിയല്ലേ എടുത്തിരിക്കുന്നത്, ഈ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരു 6-7 വിസിൽ കൊടുക്കുക. ഓക്കെ, 6-7 വിസിൽ കൊടുത്ത് കഴിയുന്ന സമയത്ത് ഇതങ്ങോട്ട് നന്നായിട്ട് ഉടയും. ആ ഉടഞ്ഞിട്ടുള്ള ആ അരിയാണ് പിന്നീട് നമ്മൾ പായസമായിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് മനസ്സിലായല്ലോ. ഇതിനെ നമ്മൾ കഴുകുന്നു, വൃത്തിയാക്കുന്നു, കുതിർത്ത് വെക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നു, 6-7 വിസിൽ വെച്ചിട്ട്. ഓക്കെ, ഇതെല്ലാം ചെയ്ത് ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതുപോലെ വെന്തിട്ടിട്ട് വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കിയിരിക്കുക. ഇതിലേക്ക് കുറച്ച് പാല് വളരെ കുറച്ച് മതി. ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. ഇതൊന്ന് തിളക്കട്ടെ. നോക്കൂ, പരുവം കാണുന്നു. കൈവിടാതൊന്നും ഇളക്കണം. പക്ഷേ അത് അടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വിട്ടിട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ഉള്ളിൽ വെക്കാനും പറ്റില്ല. നല്ല ഈ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജിലും നമ്മൾ ഈ പരുവത്തിൽ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. അതായത് ഇങ്ങനെ എല്ലാ അരിയും പാലും വ്യത്യാസമില്ലാത്ത പോലെ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതല്ലാത്ത പക്ഷം പാല് വേറെ അരി വേറെ അങ്ങനെയല്ല കേട്ടോ. നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പൊ കണ്ടോ, ഈ ഒരു തിളക്കണ പരുവം. ഈ സമയത്ത് ആവശ്യത്തിന് പഞ്ചസാര ഞാൻ ഏകദേശം 2 പിടി അരിക്ക് ഏകദേശം ഒരു 1.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കാം.
എപ്പോഴും എല്ലാ ദിവസവും കഴിക്കുന്ന ഒരു പായസം ആയതുകൊണ്ടും നമ്മളുടെ വീട്ടിലൊക്കെ തറവാട്ടിലൊക്കെ ഉച്ച നേരത്ത് എഴുതിയിട്ടിട്ട് വളർന്നതുകൊണ്ട് വളരെ ലൈറ്റ് മധുരം, അതായത് 1-2 പ്രാവശ്യം ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള രീതിയിൽ ഈ മധുരം ഇടാറുള്ളൂ. അല്ലാണ്ട് സദ്യയുടെ പോലെ അങ്ങനെ കട്ടിക്ക് മധുരം ഇടാറില്ല. ഓക്കെ, പഞ്ചസാര പൊതുവെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളമാവും. അത് കഴിഞ്ഞിട്ടാണ് കുടിക്കുക. നേരെ മറിച്ച് ഈ ഒരു അരിയുടെ പ്രത്യേകതയും ഉണ്ടാക്കുന്ന ശൈലിയുടെ പ്രത്യേകതയാണ് പായസം ഫുൾ ടൈം കുറുകിക്കൊണ്ട് തന്നെയാണ്. നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഇതിൽ നമ്മൾ 2.5 കപ്പ് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് മതി, സിമ്മിലല്ലേ. കാണിച്ചു തരാം. ഈ സമയത്ത് 1/2 സ്പൂൺ വെണ്ണ, വെണ്ണയിട്ട് ഇളക്കി ഓഫ് ചെയ്യുക. ഇതുപോലത്തെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നാടനായിട്ടുള്ള രീതിയിൽ തറവാടുകളിൽ പണ്ട് കാലത്തൊക്കെ വെക്കുന്ന വിഭവങ്ങളുമായി വീണ്ടും വിനീസ് കിച്ചൺ യൂട്യൂബ് കാണാം. വീണ്ടും ഒരുപാട് റെസിപ്പീസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. യൂട്യൂബ് വിനീസ് കിച്ചൺ യൂട്യൂബ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നിങ്ങളുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വിഭവങ്ങളാണ് അതിൽ ഞാൻ ഇടാൻ പോകുന്നത്. ഓൾറെഡി ഒരുപാട് വീഡിയോസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. ഞാൻ ഇത് സെർവ് ചെയ്യട്ടെ. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. നാക്ക് പൊള്ളും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാനിത് കഴിക്കാതിരിക്കുന്നത്. ഒന്ന് ആറിക്കോട്ടെ.